സിസ്റ്റർ ലിസി ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ ഹൗസ് ചലഞ്ച് പദ്ധതിയിലൂടെ പൂർത്തിയാക്കിയ 3 വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഗാന്ധി ജയന്തി ദിനത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് എറണാകുളം MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഹൗസ് ചലഞ്ച് പദ്ധതിയുടെ സ്ഥാപക സിസ്റ്റർ ലിസി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർക്ക് സ്റ്റെല്ല മേരീസ് പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജിൽ, ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് കോളേജിൽ ഒരു വലിയ ഉത്തരവാദിത്തമാണ് സിസ്റ്ററുടെ പ്രൊവിൻസ് നൽകിയിട്ടുള്ളത്. ചെറിയൊരു ഉത്തരവാദിത്തമല്ല, പക്ഷെ ആ ചുവരുകൾക്കുള്ളിൽ സിസ്റ്റർക്ക് എത്ര നാൾ പിടിച്ചേക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനമോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്കോ എല്ലാം സിസ്റ്ററുടെ ഒരു കാരുണ്യ സ്പർശം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ ഹൗസ് ചാലഞ്ചിന്റെ ഒരുപാട് പരിപാടികളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം സിസ്റ്ററുടെ ഒരു വലിയ മനോധൈര്യം കൊണ്ടിട്ടാണ്, പണമില്ലാതെ തന്നെ പലപ്പോഴും പദ്ധതികൾ ആരംഭിച്ച് എങ്ങനെയെങ്കിലും പണം സ്വരൂപിച്ച് എങ്ങനെയെങ്കിലും കുറെ ആളുകൾ അതിലോട് ചേർന്ന് അടുപ്പം കാണിച്ച് ആ പദ്ധതിക്ക് പൂർത്തീകരണ സമയം വരെ എത്താറുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്ഥലം കിട്ടി ഹൗസിന്റെ മെയിൻ്റനൻസ് ആയിട്ടും പല കോളനികളിലും വീടുകളായിട്ടും എല്ലാം ഒരുപാട് വീടുകൾ വെച്ച് നൽകാൻ സാധിച്ചു. അത് നമ്മൾക്ക് ഏതെല്ലാം പദ്ധതികൾ ഉണ്ടെന്ന് പറയുമ്പോഴും അതിലെല്ലാം ഇനിയും ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആവശ്യമായിട്ട് വരുമ്പോഴും ഒന്ന് കൈനീട്ടുമ്പോൾ അപ്പൊ തന്നെ അതിന് പരിഹാരമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ പിരിയുന്നതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. അപ്പൊ അങ്ങനെ എന്ത് കാര്യത്തിനും, അത് നമ്മള് കോവിഡ് സമയത്തായാലും പ്രളയ സമയത്തായാലും സാധനങ്ങളായിട്ടും പൈസയായിട്ടും അല്ലെങ്കിൽ എന്ത് സഹായം വേണമെങ്കിലും സമീപിക്കാവുന്ന ആ ഒരു ഫൗണ്ടൻ ഓഫ് ഒരു റിസോഴ്സാണ് എൻ്റെ ശ്രീ ജോർജ് ഏട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. നമ്മളൊരു കരുണയുടെ അരുവിയായിട്ട് എല്ലാ ആവശ്യക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഒരു ചാനലായിരുന്നു ഹൗസ് ചാലഞ്ചിനെ ഞാൻ കാണുന്നത്, അല്ലാണ്ട് വീടുകൾ നിർമ്മിക്കുക മാത്രമല്ല. അപ്പൊ അങ്ങനെ കണ്ടുമുട്ടിയ ഒരു വലിയൊരു മനുഷ്യസ്നേഹിയാണ് നമ്മുടെ ബിഷപ്പ്. നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയായിട്ടുള്ള ജോസ് പുത്തൻവീട്ടിൽ പിതാവ് ഇപ്പൊ പഞ്ചാബിലാണ്. നമുക്ക് വലിയൊരു നഷ്ടമാണ് കൊച്ചി എറണാകുളം ഉണ്ടായിരുന്ന സ്ഥലത്ത്. അദ്ദേഹം ഇതുപോലെ ഒരു മനുഷ്യസ്നേഹി. ഇനി നമ്മൾ അടുത്ത സംസ്ഥാനത്തൊക്കെ പോകുമ്പോൾ മനസ്സിലാവും ഒരു ജനപ്രതിനിധിയുടെ എത്ര അടുപ്പമുണ്ട് ജനങ്ങളായിട്ടെന്ന്. ഇത് നമ്മളിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള നന്മയെ തിരിച്ചറിയാനോ ഓപ്പണായിട്ട് അംഗീകരിക്കാനോ ഉള്ളൊരു മനസ്സില്ലാത്ത പോലെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഗോ ഹെഡ്. നമ്മൾ എത്രയായാലും പലപ്പോഴും മുള്ളുമ്പോൾ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മുമ്പേ കടന്നുപോയ, ഇന്നിപ്പോൾ മഹാത്മാഗാന്ധിയെ എടുത്തു നോക്കിയാലും നമുക്കറിയാൻ പറ്റും അദ്ദേഹത്തിന് അവസാനം എന്താ ലഭിച്ചതെന്ന്. പക്ഷെ അദ്ദേഹം ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നു. ഈ ലോകത്ത് ആർക്കും മാച്ചു കളയാൻ പറ്റാത്ത അത്ര വലിയ മാർക്കായിട്ടാണ് പോയത്. അപ്പൊ ഗാന്ധിയെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എല്ലാം പൂവിരിച്ച പാതകൾ നമ്മൾ പ്രതീക്ഷിക്കരുത്. ശ്രീ ഹൈബീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കുകയും ജനപിന്തുണയോടുകൂടി അന്ന് കേരളത്തിന്റെ മുഖമായിട്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അവിടെ സ്വരമില്ലാത്തവരുടെ സ്വരമായിട്ട് നമ്മൾ എപ്പോഴും വീഡിയോയും കാര്യങ്ങളും കാണും. വി ഓൾവേസ് ലുക്ക് വെർ ഇസ് ഹൈബി, വെർ ഇസ് ഹൈബി എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരാൾ അവിടെ ചെന്നിരുന്ന് ഇത്രയും കാര്യമായിട്ട് ഒരു പ്രോഫറ്റിക് റോളാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചുണക്കുട്ടനെ നമുക്ക് എറണാകുളത്തിന്റെ MP ആയിട്ട്, നമ്മുടെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അയക്കാൻ കിട്ടിയത് നമ്മുടെ സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. വി ആർ റിയലി പ്രൗഡ് ഓഫ്. ഫോർട്ട് കൊച്ചി പാണ്ടിക്കുടിയിൽ പൂർത്തിയാക്കിയ 206ാമത്തെ ഭവനത്തിന്റെ താക്കോൽ ഹൈബി ഈഡൻ MP മണിമേഖലയ്ക്ക് കൈമാറി. കൊച്ചി രാമേശ്വരം കോളനിയിൽ നിർമ്മിച്ച 207ാമത്തെ ഭവനത്തിന്റെ താക്കോൽ നോവലിറ്റി ഗ്രൂപ്പ് MD EP ജോർജ് ജാൻസിക്ക് കൈമാറി. കൊച്ചി മിണ്ടമിലിയിൽ നിർമ്മിച്ച 207ാമത്തെ ഭവനത്തിന്റെ താക്കോൽ ജോൺസൺ പുത്തൻവീട്ടിൽ ഫെലിക്സിന് കൈമാറി. സർക്കാരിന്റെ ധനസഹായത്തോടെ നിർമ്മാണം ആരംഭിച്ച ഈ വീടുകൾ പൂർത്തിയാക്കാൻ ആവശ്യമായ നിർമ്മാണ സാമഗ്രികൾ സംഭാവന ചെയ്തത് EP ജോർജിന്റെയും ജോൺസൺ പുത്തൻവീട്ടിലിന്റെയും കുടുംബമാണ്. ചടങ്ങിൽ കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബാലാൽ, ബേബി മറൈൻ ഗ്രൂപ്പ് MD രൂപ ജോർജ്, ആൻഡ് ജോർജ്, TM റിഫാസ്, PJ പ്രദീപ്, അധ്യാപിക ലില്ലി പോൾ എന്നിവർ സംസാരിച്ചു. സന്ദേശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് സിസ്റ്ററിനെ സംബന്ധിച്ച് ഒരു പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ സ്കൂളും കാര്യങ്ങളും കൊണ്ടുനടന്ന സൗകര്യമായിട്ട് ജീവിക്കാവുന്നതാണ്. ലില്ലി ടീച്ചർക്കും പറ്റുന്ന ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റർ കൊച്ചി വിട്ട് പോകണമെന്ന് പറഞ്ഞ് സിസ്റ്ററിൻ്റെ ശരീരം മാത്രമേ പോവുള്ളൂ, പോയാൽ തന്നെ ആത്മാവ് കൊച്ചിയിലുണ്ടാവും. അതുകൊണ്ട് സിസ്റ്റർ അങ്ങനെ വിട്ടു പോകാനൊന്നും പറ്റില്ല. പിന്നെ ഒന്നല്ലെങ്കിൽ സിസ്റ്റർ മദ്രാസിൽ ചെന്ന്, ചെന്നൈയിൽ ചെന്ന് ഇവിടെ 200 വീട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 2000 വീട് ചെയ്യും. ഇല്ലെങ്കിൽ സിസ്റ്റർ പോയമാതിരി എത്രയും വേഗം തിരിച്ചു വരും.
അപ്പോൾ ഏതാണ് നല്ലത് നമ്മളൊന്ന് സിസ്റ്ററിൻ്റെ സേവനം ഇവിടെ കെട്ടട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അത് സിസ്റ്ററിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പിന്നെ തണൽ പദ്ധതി ഇതേമാതിരി ഞങ്ങൾ IB ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ തുടങ്ങി. പക്ഷെ ഇപ്പോൾ 117ാമത്തെ വീട് വരെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് സിസ്റ്റർ പറഞ്ഞ മാതിരി IBക്ക് ഇനിയും കുറേ കൂടി ബൂസ്റ്റർ കൊടുത്ത് കുറേ വീട് ചെയ്യാൻ പറ്റുമെന്നാണ് സിസ്റ്റർ പറയുന്നത്. അപ്പോൾ എന്തായാലും സിസ്റ്ററിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, തോപ്പുംപടി.